ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾക്ക് ഇന്നൊരു എന്താ പറയുക, ഒരു ഈവനിങ് സ്നാക്സ് ഉണ്ടാക്കിയാലോ? അതും നല്ല ഹെൽത്തി ആയിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ. അപ്പോൾ അതിനുവേണ്ടി നമ്മളിന്ന് 1 കപ്പ് കടല എടുത്തിട്ടുണ്ട്. നിലക്കടലയാണ് കേട്ടോ. ഇത് നമുക്ക് പച്ചയ്ക്ക് ഇപ്പോൾ എല്ലാ ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റിലും ഒക്കെ ചെറിയ കടകളിലൊക്കെ ഇപ്പോൾ ഈ ഒരു കടല നമുക്ക് മേടിക്കാനായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുട്ടികൾ എന്താ പറയുക, സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് അവർക്ക് നമ്മൾക്ക് കഴിക്കാൻ കൊടുക്കാൻ പറ്റിയ ഒരു നല്ലൊരു കിഡിലൻ റെസിപ്പിയാണ്. അതുപോലെ തന്നെ വലിയവർക്കും നമുക്ക് എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്നൊരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് 1 കപ്പ് കടല നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് നമ്മളിത് 1 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കുകയാണ്. അപ്പോൾ നമ്മൾക്കിത് സോക്ക് ചെയ്യണമെന്ന് നിർബന്ധമില്ല. നമ്മൾ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. പക്ഷേ സോക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായിട്ട് സോക്കായി 1 അവർ മാത്രം നമ്മൾ സോക്ക് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ളൂ. അത് കഴിഞ്ഞ് നന്നായിട്ട് വാഷ് ചെയ്തിട്ട് നമ്മളിത് കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് 2 വിസിലിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം അതേ നമ്മളൊരു അരിപ്പയിൽ അരിച്ച് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ വെള്ളമെല്ലാം മാറ്റിയ കടല നമ്മുടെ റെഡിയാണ്. ഇതിങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ കൂടെ കുറച്ച് വെജിറ്റബിൾസ് ചേർക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള സാലഡിന് ഉപയോഗിക്കുന്ന എല്ലാ വെജിറ്റബിൾസും നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെജിറ്റബിൾസ് മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനിത് ഇവിടെ ഒരു ചെറിയൊരു തക്കാളി ചെറുതായി ചോപ്പ് ചെയ്തത് ചേർത്തിട്ടുണ്ട്. അതുപോലെ ഒരു കുക്കുംബർ ചെറുതായി ചോപ്പ് ചെയ്തത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പകുതി സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർക്കുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ 2 പച്ചമുളകും കുറച്ച് മല്ലിയിലയും വളരെ പൊടിയായിട്ട് ചോപ്പ് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളൊരു 1/2 ടീസ്പൂണ് പെപ്പറും 1/2 ടീസ്പൂണ് ഉണക്കമുളക് ക്രഷ് ചെയ്തതും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള കടല. വേറെ 2 മിനിറ്റ് കൊണ്ട് നമുക്കിത് മിക്സ് ചെയ്ത് തയ്യാറാക്കി നമുക്ക് കഴിക്കാൻ കൊടുക്കാം. അപ്പോൾ ഈ കടല ചേർത്തതിന് ശേഷം ഞാനൊരു അല്പം വിനിഗർ ചേർത്തിട്ടുണ്ട്. വിനിഗറിന് പകരമായിട്ട് നമുക്ക് ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓപ്ഷണലാണ്. ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഉപ്പ് ആവശ്യമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളിവിടെ ഉപ്പ് ചേർത്തിട്ടില്ല. കടലയിൽ അത്യാവശ്യം നല്ല ഉപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഫ്രണ്ട്സ്. നല്ല അടിപൊളി സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമ്മൾ വലിയവർ ഡയറ്റൊക്കെ ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഒരു നേരത്തെ ഫുഡായിട്ട് നമുക്ക് ഈവനിങ്ങിൽ നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ.